ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിഡേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്ന സ്പ്രിങ്കിൾസിന്റെ കുപ്പിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു വാട്ടർ ഡിസ്പെൻസറാണ്. അതായത് ശരിക്കും ഒരു വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്നത് ഒരു വലുതാണ്, ഇത്ര ചെറുതല്ല, വലിയൊരു അളവിലാണ് വരാം. പക്ഷെ നമ്മൾ അത് തന്നെ വലുത് കൺവേർട്ട് ചെയ്തിട്ട് ചെറുതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥ വർക്കിംഗ് പോലെ തന്നെയാണ് നമ്മൾ ഈ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കാണണ്ടേ എങ്ങനെയാണ് നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഇട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ഡിസ്പെൻസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടെന്നാണ് ഒരു കുപ്പിയാണ്. ഇതുപോലുള്ള ഒരു വലിപ്പമുള്ള കുപ്പിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂടി പറ്റില്ല. ഇപ്പോൾ നമുക്ക് കിടക്കുന്ന അടപ്പ് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ട്രാൻസ്പെറൻറ്റ് അടപ്പാണ് എടുക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടി ഭംഗിയും കുറച്ചുകൂടി നല്ലത്. മറ്റേ മൂടിക്ക് ഓൾറെഡി ഒരു ഹോളുള്ളാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഹോളില്ലാത്തൊരു അടപ്പാണ് നമുക്ക് വേണ്ട. അപ്പോൾ അതാണ് എടുത്തേക്കണേ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ മൂവ്, രണ്ടെണ്ണം വേണ്ടി വരില്ല, കാരണം ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്നാലും ഏകദേശം ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഇതിൻ്റെ അടപ്പിൻ്റെ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി രണ്ടെണ്ണം എടുത്തേക്ക് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അതാണ് ഒരെണ്ണം എടുത്താൽ മതി ഇതിൽ വരണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 3 സ്ട്രോ ഒന്നും വേണ്ട, ഒരു സ്ട്രോ മതി. എന്നാലും 3 എടുത്തേണ്ട ഇഷ്ടമുള്ള എടുക്കാൻ വേണ്ടിയിട്ട്. 3 സ്ട്രോ നമുക്ക് വളക്കാൻ പറ്റുന്ന സ്ട്രോ വേണം, സ്ട്രെയിറ്റിലുള്ള സ്ട്രോ അല്ല വേണ്ടത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിങ്കിൾസിൻ്റെ കുപ്പി വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിങ്കിൾസിൻ്റെ കുപ്പി എവിടെയെങ്കിലും സംഘടിപ്പിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാനായിട്ട് നമുക്കൊരു കത്രികയും വേണം. പിന്നെ നമുക്കൊരു ഗ്ലൂ ഗണ്ണാണ് വേണ്ടത്. സത്യത്തിൽ ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ ശരിക്കും ഒട്ടുള്ളൂ, വേറെ വല്ല പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂവിൻ്റെയാണ് എടുത്തത്, ഫെയർ ലെവൽ എടുത്തില്ല. അപ്പോൾ നമ്മൾ മൂവിൻ്റെയാണ് എടുക്കണത്. അപ്പോൾ മൂവിൻ്റെ എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് മാത്രം നമുക്ക് ഊരെടുത്തിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു അളവിൽ വെച്ചിട്ട് പേനോ പെൻസിലോ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. റൗണ്ടിൽ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല, കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ മാത്രം നോക്കാം. എന്നിട്ട് ഒരു ബ്ലേഡോ അല്ലെങ്കിൽ കത്രികയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കറക്റ്റ് റൗണ്ട് ചെയ്ത് മാക്സിമം പറ്റുന്ന പോലെ റൗണ്ട് ചെയ്യാൻ നോക്കുക, കറക്റ്റായിട്ട് റൗണ്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പറ്റുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അടിപൊളിയാക്കി കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഇതുപോലെയൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല. കുറച്ചുകൂടി ഭംഗിയാക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മൂവിൻ്റെ ട്യൂബ് അടിഭാഗം കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ 4 ഇതാക്കി നമുക്ക് സൈഡിലേക്ക് ചെരിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് 4 എണ്ണാക്കി നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ 4 എണ്ണാക്കി ചെത്തിയെടുക്കുക. അത് ചെത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ ഡിസ്പെൻസറിൽ നമുക്ക് ഗ്ലാസ് വെച്ചാൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് വെക്കാനുള്ള അളവിലായിട്ട് നമുക്ക് ഏകദേശം ഒരു ഓവൽ ഷേപ്പ്, ഇപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് എങ്ങനെയെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് കുറച്ച് വണ്ണമുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയിൽ കട്ട് ചെയ്യുക, യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. ഓവറായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മലന്ന് പോകും. അതുകൊണ്ട് ഏകദേശം ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെക്കാനുള്ള അളവിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ജാർ എടുത്തത് കാണിച്ചു തരുന്ന ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അടപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പപ്പടക്കോല് വെച്ചാൽ ഇതിന് ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു ചെറിയ കത്രികയാണ്. ചെറിയ കത്രിക എടുത്തിട്ട് വീഡിയോ കാണുന്ന ഒരു വലുപ്പത്തിൽ, അതായത് നമുക്കൊരു സ്ട്രോ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ 2 ഹോൾ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഇടാം. ഏകദേശം ഈ ഒരാൾ ഡിസ്റ്റൻസിൽ തന്നെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി കറക്റ്റായിട്ട് വർക്കാവും സംഭവം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റിക്കർ, അതായത് നമ്മളെ ചെപ്പിൻ്റെ ഒരു അളവിൽ നമ്മൾ സ്റ്റിക്കർ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു റൗണ്ടിൽ ഷേപ്പ് ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണത്. ഭംഗി ഉണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ഭംഗി ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വൈറ്റ് സ്റ്റിക്കറാണ് ഒട്ടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഒട്ടിക്കുക, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മൊത്തമായിട്ട് എടുക്കുക. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെങ്കിൽ കുറച്ചുകൂടി നല്ല. എനിക്ക് അങ്ങനെയായിട്ട് അധികമൊന്നും അറിയില്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ഹോളുകൾ നമുക്ക് കിട്ടണം. അത് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നമ്മുടെ മൂവിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമ്മൊരു 4 ഭാഗത്തേക്ക് ലീഫ് പോലെ വെച്ചിട്ടുണ്ടായി. എല്ലാ ഭാഗത്തൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് കയറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ലീഫും നന്നായിട്ട് അമർത്തി കൊടുത്താൽ ശരിക്കും ഒട്ടുള്ളല്ലേ, വിട്ടു പോരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അതിൻ്റെ ചൂട് പോണക്കാട് മുമ്പ് തന്നെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഒരുപോലെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ജാറ് എന്തിനാണ് നമ്മൾ ഹോൾ ഇട്ടെന്നുള്ള കാണിച്ചു തരാം. ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു സ്ട്രോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്ട്രോ വീഡിയോ കാണുന്ന പോലെ അങ്ങോട്ട് ഉള്ളിൽ കൂടി എടുത്തിട്ട് പുറത്തു കൂടിയാണ് ഇങ്ങനെ വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം വെച്ച മൂവിൻ്റെ ആ ടോപ്പിൻ്റെ ഭാഗത്ത് കൂടി നമ്മൾ ഉള്ളി കൂടി കയറ്റിയിട്ട് പുറത്തേക്ക് വരുത്തണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് പുറത്തേക്ക് വരുത്തിയെടുക്കാം. പുറത്തേക്ക് വരുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമ്മൾ മൂടി നമുക്ക് കുറച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി അത് ഗ്ലൂ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് എയർ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി ഗ്ലൂ ചെയ്ത് എയർ പോവാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഭാഗത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്ട്രോയും നമ്മൊരു കത്രിക നേരത്തെ എടുത്തിരുന്നു അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ അപ്പം തന്നെ മൂടിയരുത്. ഇപ്പോൾ ഒരു 2 സെക്കൻഡ് 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് ടൈറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് ഒന്നുകൂടി ടൈറ്റായി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉറച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നീക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വാട്ടർ ഡിസ്പെൻസറിൻ്റെ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കൂടി കുറച്ച് ഭംഗിക്ക് വേണ്ടി ഒട്ടിക്കുകയാണ്. ഭംഗിയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞാൽ ഭംഗിയുണ്ടോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വാട്ടർ എന്നുള്ളത് ഡിസ്പെൻസർ എന്നുള്ളത് രണ്ടായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ എന്നുള്ള അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പെൻസറിനോട് കൂടി ഒട്ടിച്ചാലേ നമ്മളെ വാട്ടർ ഡിസ്പെൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഒട്ടിക്കണമെന്നൊന്നുമില്ല, എന്നാലും ഒരു രസത്തിന് വേണ്ടി ഒട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഡിസ്പെൻസർ നമ്മളോട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ ഡിസ്പെൻസർ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒരു പൈപ്പിൽ നിന്ന് കുപ്പിയിലേക്ക് നിറക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നിറക്കുക. കാരണം അത്യാവശ്യം വെള്ളം കൊള്ളുന്ന ഒരു ജാറാണ്. അപ്പോൾ 2-3 ഗ്ലാസ്സിനുള്ള വെള്ളം ഞാൻ അതിൽ കൊള്ളും. കുറച്ചുകൂടി വെള്ളം കൊള്ളണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ ജാർ എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം കൊണ്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ച ഒന്ന് ഒലിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ വാട്ടർ ഡിസ്പെൻസർ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിൽ വെള്ളം ഒഴിച്ച് നമ്മൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെ കാണാനായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ ഉള്ളിൽ വെച്ച കുപ്പി ഊരിയെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഇതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറുനാരങ്ങ എടുത്ത് അരിയുക. ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഭംഗിയുണ്ടോ അറിയില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണ്ട്. അത്ര മതി. നമ്മൊരു 4 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇട്ടുകൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഇതുമ്പോൾ പിടിച്ച് ടൈറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്തേക്കണ മൂടിയുമ്പോൾ പിടിച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പയ്യെ കമത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും. അപ്പം നമ്മൾ ഒറ്റയടിക്ക് കമത്തിക്കഴിഞ്ഞാൽ സാധനം വെള്ളത്തിൽ തന്നെ നിന്നോളും. സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും പോകില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് കയറണം അളവിനുള്ള ഗ്ലാസ് എടുക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഓപ്പൺ റിലീസ് ചെയ്തപ്പോൾ ഇതിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ ഇപ്പോൾ വെള്ളം വരുന്നുണ്ട്. നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി പൂട്ടണമെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പോഴത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വെള്ളം പോസ് ചെയ്യാൻ പറ്റും. അത് നേരെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇതിലേക്ക് പോരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് എയർ കയറുമ്പോൾ അതിൽ നിന്ന് എയർ തള്ളുമ്പോൾ നമ്മൾ ആദ്യത്തെ ഹോളിൽ കൂടിയാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ നേരെ എയർ കയറാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ എയർ ഫില്ലാവും. അപ്പോൾ ടൈറ്റ് ആവും. എയർ ഭയങ്കര ടൈറ്റ് ആകുമ്പോൾ വെള്ളത്തിൽ പോകാൻ വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് അതിൽ തന്നെ നിൽക്കും. എയർ കയറി തള്ളുമ്പോഴാണ് വെള്ളം പുറത്തേക്ക് പോകാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡിസ്പെൻസറിൻ്റെ വെള്ളം. അടിപൊളിയാണ്. നല്ല പുളിപ്പുണ്ട്. നമ്മൾ നാരങ്ങ ചെത്തിയിട്ടാണ് നല്ല പുളിപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഗ്ലാസ് വെച്ച് എടുക്കാം. നമുക്ക് എല്ലാ ഗ്ലാസും പറ്റും. കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ കട്ട് ചെയ്യുന്ന അളവ് പോലെ ഇരിക്കും നമ്മളെ ഗ്ലാസ് കയറ്റാൻ മാറ്റണമെന്ന് വെച്ചാൽ. നമുക്ക് കുറച്ചും എടുത്തിട്ട്
എല്ലാ ക്ലാസ്സും സിമ്പിളായിട്ട് ഈ പിടിയുള്ള ക്ലാസ്സാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തനം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ചോദിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതേ സാധനം നമ്മൾ 100% വർക്കിംഗ് ആണ്. നമ്മളുടെ വാട്ടർ ഡിസ്പെൻസർ കണ്ട കറക്റ്റായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളയാം. അപ്പോൾ എന്തായാലും സാധനം വർക്കിംഗ് ആണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളെ ചെറിയ പിള്ളേർക്ക് എക്സിബിഷനൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. കാരണം ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഇതിൻ്റെ വലുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വലുത് ഉണ്ടാക്കണമെങ്കിലും വാങ്ങണമെങ്കിലും കുറച്ച് കാശ് കൂടുതലാണ്. ഇത് നമുക്ക് വീട്ടിൽ ചെറുത് വളരെ നിസ്സാര വിലക്ക് വില എന്ന് പറയാൻ ഒന്നും വരുന്നില്ല. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രിങ്കിൾസിൻ്റെ ചെപ്പും പിന്നെ സ്റ്റിക്കർ വേണമെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി കുപ്പി കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പരമാവധി വീട്ടിലുണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, മാക്സിമം ഇതൊന്നും എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാ കൊച്ചുകുട്ടികളേക്കും എല്ലാ മുതിർന്നവർക്കൊക്കെ മാക്സിമം ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓക്സിജൻ ഐഡിയാസ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ താഴെ കൊടുക്കാം. നിങ്ങൾ അതിൽ ഫോളോ ചെയ്യുക. റിയൽ ജാസ്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ.